ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സിൽവർ ETF സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ ജനുവരിയിലെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു ടാറ്റ സിൽവറിൽ 1000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിരുന്നു. നമ്മുടെ ക്യാപിറ്റൽ ഇപ്പോൾ ഏകദേശം 40,000 ആണ്. ഓരോ മാസം 10,000 രൂപ വെച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി നമുക്ക് പെർഫോമൻസ് നോക്കാം. ജനുവരി മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ ജനുവരി 1-ാം തീയതി മുതൽ അന്ന് വരെയുള്ളത് പെർഫോമൻസ് ആണ് നോക്കുന്നത്. നമ്മൾ 3,360 രൂപ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 1,150 രൂപ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. നെറ്റ് റിയലൈസ്ഡ് ഇപ്പോൾ 3,150 ആണ്. വെറും 40,000 നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഏകദേശം ഒറ്റ മാസം കൊണ്ട് നമുക്ക് 3,000 രൂപയോളം. നമുക്ക് സിൽവറിലൊരു വലിയ റാലിയാണ്. എല്ലാ സമയത്തും ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് 10% അടുപ്പിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഈ 20 ദിവസം കൊണ്ട്, 25 ദിവസം കൊണ്ട്. നമുക്ക് ഇനി സെപ്റ്റംബർ മുതലുള്ള പെർഫോമൻസ് നോക്കാം. സെപ്റ്റംബറിലാണ് ഞാൻ ഈ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി 10,000 രൂപ വെച്ച് ആരംഭിക്കുന്നത്. നമുക്ക് 6,850 രൂപ നമ്മൾ പ്രോഫിറ്റ് റിയലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 6,000 രൂപയോളം നമ്മൾ ചാർജസ് എല്ലാം കഴിഞ്ഞാൽ 6,000 രൂപ നമ്മൾ ഈ ഞാൻ ഫസ്റ്റ് മാസം 10,000 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആണ് ഇത് നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഡിപ്പിൽ വാങ്ങിക്കുക, ഹൈയിൽ വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എപ്പോഴാണ് ഡിപ്പ്, എങ്ങനെയാണ് നമുക്ക് എപ്പോഴാണ് ഹൈ, എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഇതാണ്. നമ്മൾ 15 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ സൂപ്പർ ട്രെൻഡ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ സാധാരണ ഇതിൽ 7.3 വരുന്നത്. നമ്മളത് 10.5 ആക്കി. അതിനുശേഷം ഇതിലൊരു ബൈ വരുമ്പോഴാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾ ഒരു പ്രോഫിറ്റ് ഇപ്പോൾ ഇവിടെ അത് താഴോട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളത് വിൽക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ. കാരണം ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാവേണ്ടത്, എപ്പോഴാണ് വാങ്ങിക്കുക, എപ്പോഴാണ് വിൽക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഈ മാസം 30-ാം തീയതിക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഈ മാസം കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് മനസ്സിലാവും. നമസ്കാരം.